ബാക്ക് ടു റൂം മേക്ക് ഓവർ സീരീസ് പാർട്ട് 1. അതായത് കുറേ നാളെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന ഒരു കാര്യം ഞാൻ ചെയ്യണമില്ല. ഒരു 4-5 മാസമായി കാണും ഈ ഒരു വാൾപേപ്പർ മേടിച്ചു വെച്ചിട്ട്. ഇതെന്തിനാണ് മേടിച്ചെന്നുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൾ മേക്ക് ഓവറിന് വേണ്ടി തന്നെയാണ്. അന്ന് മേടിച്ചു വെച്ചെന്നല്ലാണ്ട് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് ഇത് വെച്ചിട്ട് ഒരു വാൾ മേക്ക് ഓവർ സീരീസ് നടത്താട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാൾപേപ്പറിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയുന്നില്ല, കാരണം അടിപൊളി ക്വാളിറ്റി തന്നെയാണ്. ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഓൾറെഡി ഞാൻ റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാൾപേപ്പർ ഇത് ഇവിടെ ഒട്ടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് പണ്ടെപ്പോഴോ ഫോം ബോർഡ് വെച്ച് ഉണ്ടാക്കിയതാണ് ഈ ഒരു വീട്. ഇതാണെങ്കിൽ വലിച്ചിട്ട് കിട്ടില്ല. കുറേ നേരം ഗുസ്തി പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ വാൾപേപ്പർ പറഞ്ഞു പോയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫോം ബോർഡ് വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പുറത്തെ ഒരു സംഭവം. അതാണെങ്കിൽ കുറേ വലിച്ചിട്ടാണ് നമുക്കത് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാൾപേപ്പർ എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടല്ല. ലാസ്റ്റ് പിൻട്രസ്റ്റ് നോക്കിയിട്ട് ചെയ്യാൻ ഓർത്തപ്പോഴും നമ്മുടെ വൈറ്റ് വാൾപേപ്പർ ഓൾറെഡി പറഞ്ഞു പോയതുകൊണ്ട് അത് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെയോ പാറ്റേണിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ റൂം മേക്കോറിന് വേണ്ടിയിട്ട് സൈഡിൽ നട്ടുപിടിപ്പിച്ച് മരം എന്തായാലും എടുത്ത് മാറ്റാറായിട്ടുണ്ട്. വേറെ ഒന്നല്ല, രാത്രി ഓരോ ചില്ലകൾ എന്റെ നെഞ്ചത്തോട്ട് വീണത്. അതുകൊണ്ട് എന്തായാലും എടുത്ത് മാറ്റാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വാൾപേപ്പേഴ്സ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. അങ്ങനെ ബാക്കി വന്നിട്ടുള്ള വാൾപേപ്പേഴ്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഇതിന്റെ ബാക്കി വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇടാം കേട്ടോ.